ഹേ സിനിഫൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ ഉണ്ണി മുകുന്ദനും അപർണ ബാലമുരളിയും അഭിനയിച്ച സിനിമയാണല്ലോ മിണ്ടിയും പറഞ്ഞു. സിനിമയുടെ മലയാള ഓഡിയോ മാത്രം നമ്മുടെ ഈ സൺ നെക്സ്റ്റ് ഈ മാസം ഫെബ്രുവരി 6 റിലീസ് ചെയ്യുന്നതായിരിക്കും. അടുത്തും ഒരു OTT വാർത്തയാണ്. നമ്മുടെ ഫെബ്രുവരി 20 ലക്കി എന്ന സിനിമ അങ്ങനെ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത അപ്ഡേറ്റ് നമ്മുടെ D55 ആണ്. നമ്മുടെ ധനുഷിൻ്റെ സിനിമയിലേക്ക് അങ്ങനെ ശ്രീലീലയും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സായി നേരത്തെ വന്നായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ സായി പല്ലവിയും അങ്ങനെ സിനിമയിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പോസ്റ്റർ വരുന്നത് നമ്മുടെ മമ്മൂക്കയുടെ ആയിരിക്കും. മമ്മൂക്കയും ഈ സിനിമയിലുണ്ട്. അപ്പോൾ എന്തായാലും ഒരു നൈസ് കാസ്റ്റിംഗ് തന്നെയാണ്. അപ്പോൾ എന്തായാലും സിനിമ നല്ലൊരു സിനിമയാവട്ടെ. ഏപ്രിൽ 9 റിലീസ് ചെയ്യുന്ന നമ്മുടെ ടൊവിനോ ചിത്രമാണല്ലോ പള്ളിച്ചട്ടമ്പി. സിനിമയിൽ നമ്മുടെ കായിഡു ലോഹറിൻ്റെ ഈ കാണുന്ന പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നൈസായിട്ടുള്ള പോസ്റ്റർ തന്നെയാണ്. അതിരടി എന്ന സിനിമയുടെ നമ്മുടെ ബേസിൽ ജോസഫിൻ്റെയും ടൊവിനോയുടെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഓൾറെഡി വന്നതാണ്. ഇപ്പോൾ നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെയും പോസ്റ്റർ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു സർപ്രൈസ് ഉണ്ട്. വിനീത് ശ്രീനിവാസൻ്റെ പേര് ഇതിൽ അങ്ങനെ കാണിച്ചിട്ടില്ല. അപ്പോൾ എന്തൊരു സർപ്രൈസ് ഉണ്ട്. എന്തായാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. പഴയ 90s ഇപ്പോഴത്തെ 2K എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കോംബോ ആണ് നമ്മുടെ പ്രിയദർശൻ ലാലേട്ടൻ കോമ്പോസ്. അവരുടെ കോമ്പോസിൽ വന്ന ചിത്രങ്ങളൊക്കെ ഏറ്റവും മികച്ച ചിത്രങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ കോംബോ വീണ്ടും അങ്ങനെ ഒന്നിക്കുകയാണ്. അതായത് നമ്മുടെ പ്രിയദർശൻ്റെ അദ്ദേഹത്തിൻ്റെ 100ാമത്തെ സിനിമ നമ്മുടെ ലാലേട്ടൻ്റെ ഒപ്പമാണ് ചെയ്യുന്നത്. തിയേറ്ററിൽ വൻ വിജയമാവുകയും അതിനുശേഷം OTTയിലെത്തുകയും നല്ല അഭിപ്രായം നേടിയ സിനിമയാണല്ലോ നമ്മുടെ സർവ്വമായ സിനിമ. അങ്ങനെ 150 കോടി ക്ലബ്ബിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നീമ്പോളിയുടെ ഒരു ബിഗ്ഗസ്റ്റ് കംബാക്ക് തന്നെയായിരുന്നു സർവ്വമായ. നമ്മുടെ ലാലേട്ടൻ ചിരഞ്ജീവിയോടൊപ്പം അഭിനയിക്കുന്നതായിട്ടൊരു വാർത്ത ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓൾറെഡി പറഞ്ഞതാണ്. സിനിമയിൽ നിന്ന് നമ്മുടെ ലാലേട്ടൻ ഒഴിവായി, കാരണം അദ്ദേഹത്തിൻ്റെ പ്രതിഫലം കൂടുതലാണെന്നുള്ള രീതിയിലും വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ചില പേജുകൾ വരുന്നുണ്ട് നമ്മുടെ ലാലേട്ടൻ അങ്ങനെ സിനിമയിൽ ഉണ്ടെന്നും ഒരു പോലീസ് വേഷമാണ് ചെയ്യുന്നതെന്നും ഉണ്ട്. അപ്പോൾ എന്തായാലും മൊത്തം ഒരു കൺഫ്യൂഷനാണ്. എന്തായാലും നമുക്കൊരു ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും സിനിമ വാർത്തകളൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.